ഹായ് ഗായ്സ്. ഹായ് ഹായ്. ഓക്കെ, അപ്പം ഞങ്ങളിവിടെ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ ഇത് ഏതാ സ്ഥലം എന്ന്? വിറേറ്റ് ലുലുമാൾ. ഒരു ചെറിയ ഷാഡോ എവിടെന്നെങ്കിലും അടിച്ച ആക്ച്വലി മനസ്സിലായി ലുലുമാളാണ്. സോ ഞങ്ങൾ രാവിലെ ഒന്ന് പറൂര് പോയി. അവിടെ ഞാനൊരു ബ്ലൗസ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റിൽ കുറച്ച് നാൾ മുന്നേ ഓണത്തിനുള്ള ബ്ലൗസ് ഓൾറെഡി എടുത്തു വെച്ചു. അതിനുള്ള സെറ്റ് കിട്ടുമെന്ന് നോക്കാതെ അപ്പോൾ ഹാൻഡ്ലൂമിൽ പോയി നോക്കി. അപ്പോൾ അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സെറ്റ് നമുക്ക് ഹാൻഡ്ലൂമിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇന്ന് സെറ്റ് മേടിക്കാനും പിന്നെ അച്ഛനും അമ്മയ്ക്കും ഓണക്കോഴി എടുക്കാൻ അങ്ങനത്തെ കുറച്ച് ഐറ്റിനറീസൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ജയലക്ഷ്മി പോകാനുള്ള ഒരു ഇതിൽ വന്നേക്കാണ്. അച്ഛമ്മയുടെ പിറന്നാൾ അച്ഛമ്മ നേരിട്ട് മേടിക്കണം. അച്ഛമ്മയുടെ പിറന്നാൾ വരുവാണ്. 90th ബർത്ത്ഡേ ഞങ്ങൾ കുറച്ച് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതെല്ലാവരും ഉണ്ട്. എനിക്കറിയില്ല ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ലുലുവിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ. പക്ഷേ ദാറ്റ്സ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിനി ജയലക്ഷ്മി പോവാണ്. ലുലുന്ന് ഷർട്ട് മേടിക്കണം. ലുലുന്ന് ഷർട്ട് മേടിക്കണം. അതിനുശേഷം ഞങ്ങൾ ജയലക്ഷ്മി പോവാണ്. സോ സി യു ഇൻ ജയലക്ഷ്മി. സി യു ഇൻ ജയലക്ഷ്മി അല്ല, ഫുഡൊക്കെ കിട്ടിയിട്ട് കഴിക്കുന്നത്. ഞങ്ങളിത് എൻ്റെ എല്ലാ വ്ളോഗ്സിലും ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് മേടിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ ഒബ്സർവേഷനായിട്ട് പറഞ്ഞു. കാരണം അമ്മച്ചിക്ക് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമുള്ളവരാണ്. നിങ്ങൾ വ്ളോഗ് ചിലപ്പോൾ കാണുന്നത് അടുപ്പിച്ചടുപ്പിച്ചാണ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് മിക്കവാറും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ നോക്കി എഡിറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ഞങ്ങൾ പല ആഴ്ചകളിൽ പോകുന്നതും ആൻഡ് ഏതെങ്കിലും ആഴ്ച പോകുമ്പോൾ അമ്മയ്ക്ക് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമായിട്ട് ഞങ്ങളത് മേടിക്കുന്നു. അതാണ് എൻ്റെ രീതി. ആരൊക്കെ നന്ദിക്കും ഫ്രൈഡ് ചിക്കനേക്കാളും വേറെ ഫുഡൊക്കെയാണ് ഇഷ്ടം. അച്ഛയ്ക്ക് ഫ്രൈഡ് ചിക്കൻ അത്ര ഇഷ്ടവുമല്ല. എന്നാലും എനിക്ക് വേണ്ടി ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇത് മേടിക്കാൻ സമ്മതിക്കാറുണ്ട്. അതെ, കുറേ വ്ളോഗ്സ് ഒന്നെങ്കിൽ KFC അല്ലെങ്കിൽ ചിക്കൻ തരാം. അതാണ് ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് അൽബേക്ക് ആണ് മേടിച്ചേക്കുന്നത്. സോ അൽബേക്ക് ആക്ച്വലി നിങ്ങൾക്ക് സൗദിയിൽ ഉള്ള ഒരു ബ്രാൻഡ് അൽബേക്ക്. നാട്ടിൽ അതേ ബ്രാൻഡ് അതേ ടേസ്റ്റ് ഒന്നല്ല. ബട്ട് സ്റ്റിൽ ഇതിനൊരു സ്പൈസ് ഉണ്ട്. ഇതിൻ്റെ ചിക്കനകത്തൊരു സ്പൈസ് ഉണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് ഇനി ഷർട്ട് മേടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ എന്തെങ്കിലും എസ്തെറ്റിക് മ്യൂസിക്കിലൊക്കെ ഇടാൻ നോക്കാം. ഓക്കെ, ബൈ ഗൈസ്. அகம் தானாய் அறிகிறதே அறிமுகம் இனி எதற்கு தடம் ஏதோ தெரிகிறதே. ഷർട്ട് മേടിച്ചു. ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ വന്നേക്കേട്ട. എന്നിട്ട് ഡ്രൈ ആവില്ല. ഇത് ഷുഗറിന്റെ ഷുഗറിന്റെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള നോക്കാം. അമ്മയ്ക്ക് മേടിച്ചു തന്ന ഷെയ്ഡ് ഇതൊക്കെ പോലെയൊക്കെ അതൊക്കെ ഇടുമ്പോൾ അത്ര ഭംഗി വരുന്നില്ല. ഷുഗറിൻ്റെ ഇടുമ്പോൾ ഇത്തിരി കൂടെ ഭംഗി കൂടുതലല്ലേ? ഷുഗറിന് ഇടുമ്പോൾ എനിക്കറിയില്ല അതാ ഇതിൻ്റെയാണോ. ഷുഗറിൻ്റെ ഫോർമുലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെന്ത് ഈ കളേഴ്സ് ഡാർക്ക് ഷെയ്ഡാണ്. ഷുഗർ ഇത്തിരിയും കൂടെ റെഡായിട്ടുള്ളൂ.
കതിർ ഇതിൽ കാണാൻ നല്ലതാ. നീക്കുമായിരുളை തടി ഞങ്ങളിത് ഇവിടെ ഹെൽത്ത് ആൻഡ് ഗ്ലോന്ന് നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടാണ് ചീന നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ ഇറങ്ങിക്കോ. അത് ചോദിച്ചത് സീരിയസ് ആയിട്ട് ഇറങ്ങാറായി, ഇനി ഞാനൊരു ഹാൻഡിൽ ചെയ്ത് ഇറങ്ങുന്നതെന്നൊക്കെ ആലോചിച്ച് മുഖത്തായ ടെൻഷൻ കാണാൻ വരുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ജയലക്ഷ്മിയിലോട്ട് പോവാം കേട്ടോ. ഓ, ഞാൻ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നത്. മീൻസ് ഞാൻ ഡിജാനിക്ക് ട്രൈ ചെയ്ത് നോക്കിയ ലിപ്സ്റ്റിക്ക്. ആക്ച്വലി ഇത്ര ലൈറ്റ് ലിപ്സ്റ്റിക്സ് ഞാൻ ജനറലി ഇടാറില്ല. ഞാനും അളകന്ത ഇടുന്ന ലിപ്സ്റ്റിക്സ് ലൈക്ക് ക്ലോസ് ടു ബ്ലാക്ക്, ജസ്റ്റ് നോട്ട് ബ്ലാക്ക് പോലത്തെ കളേഴ്സ്. സോ ദിസ് ആക്ച്വലി ഫീൽസ് നൈസ്, ഒരു ഫ്രഷ് ലുക്ക്. ആൻറ്റിക്ക് ഇഷ്ടമാവുമായിരിക്കും. യാ, ഞങ്ങൾ ടൈം ലിപ്സ്റ്റിക് സിമിലർ ആയിട്ടില്ലേ കാണാൻ. അമ്മച്ചി ആക്ച്വലി അങ്ങനെ പറഞ്ഞത്, അമ്മച്ചി ഇട്ടേക്കുന്ന പോലത്തെ ലിപ്സ്റ്റിക്ക് പക്ഷെ താരക്കുണ്ടിൻ്റെ സ്കിൻ കളറിന് മാച്ച് ആവുന്നത് നോക്കിയിട്ട് എടുക്കാം, അപ്പോൾ ആൻറ്റിക്ക് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മിയിലോട്ട് പോവാണ്, ഓണക്കോടി ആൻഡ് എവറിത്തിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വൈറ്റിലെ ജയലക്ഷ്മിയിലോട്ട് ഊബർ ബുക്ക് ചെയ്തു. ആൻഡ് ഹിയർ വി ഗോ. എന്ത് ഫ്രഷാണല്ലേ ലുലുമാളിലെ വ്ളോഗ്. ആകെ എൻ്റെ ഉള്ള 25 വ്ളോഗുകളിൽ എൻ്റെ 8 വ്ളോഗെങ്കിലും ലുലുമാളിൽ വെച്ച് നടന്നേക്കുന്നതായിരിക്കും. ഹിയർ വി ഗോ അഗൈൻ. ഊബർ വന്നിട്ടില്ല. ഞങ്ങളിതേ വീണ്ടും ആ സെയിം ലൂപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ജയലക്ഷ്മിയിൽ നിന്നും ഇഹാ ഡിസൈൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഒരു പെർട്ടിക്കുലർ ബ്ലൗസ് കളറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമ്പൾസീവ് മൂവിന് അടിസ്ഥാനമായി എടുത്തു വെച്ച ആ ബ്ലൗസിന് ചേരുന്ന സെറ്റാണ് എനിക്ക് വേണ്ടത്. ആ കളറാണെങ്കിൽ എവിടെയും കിട്ടാനില്ല. കിട്ടാൻ സാധ്യതയുള്ള എല്ലാ കടകളിലും ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ. ലുലുവിൽ നോക്കി, ജയലക്ഷ്മി നോക്കി, ഇഹയിൽ നോക്കി, എവിടെയും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇഹേന്ന് ഒരു ഗോൾഡൻ സെറ്റ് എടുത്തു. ആക്ച്വലി ഗോൾഡൻ പ്രിറ്റി സെറ്റ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു, പല പല വെറൈറ്റി ഒക്കെ. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ഇനി ഇവിടെ നിന്ന് എവിടെയും പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ എടുത്തു. ഇറ്റ് വാസ് വെരി പ്രിറ്റി ഓൾസോ. പിന്നെ അമ്മാമ്മയ്ക്ക് ഞങ്ങളൊരു സാരി മേടിക്കാൻ പോയി. അതിനാണെങ്കിൽ ലാസ്റ്റ് ടൈം അമ്മയ്ക്ക് സാരി എടുത്തു തന്ന ആ സെയിം ചേട്ടൻ തന്നെ, അൽവാ ചേട്ടൻ തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു കേട്ടോ. എന്നിട്ട് പുള്ളിയാണ് നമ്മളെ ഫുൾ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഫുൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈറ്റില സ്റ്റാൻഡിൽ വന്ന് ബസ് എടുത്ത് വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഒരു ഔട്ട്റോ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ആ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുപോയി ഷർട്ടും സാരിയൊക്കെ കൊടുത്ത് ലിജിയാനിക്കും കൊണ്ടുപോയി നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ആണ് ഞങ്ങൾ വീട്ടിൽ പോയത്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ അലോങ് വിത്ത് ദിസ് ഗോർജിയസ് ഫേസ് ഓഫ് മൈ mommy. Stay tuned for next week's wedding vlogs, you guys. See you again. Bye.